ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേസ് അപ്പോൾ നമ്മളിത് വന്നിട്ടുള്ളത് എവർട്ടൺ കരിയർ മോഡിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ്. അപ്പോൾ അതാണ്ട് നമ്മളിവിടെ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ് ആണ്. അവിടെ നമ്മുടെ കാൽവർട്ട് ലെവൻ ഉണ്ട്. മോസ്റ്റ് അസിസ്റ്റ് കൊടുത്തവരുടെ ലിസ്റ്റിൽ നമ്മുടെ പ്ലേയേഴ്സ് ആരും ഇല്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, സേവ്സിൻ്റെ ലിസ്റ്റിൽ പിക്ഫോർഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണും, നമ്മളിപ്പോൾ ടേബിളിലുള്ളത് 3-ാം സ്ഥാനത്താണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ആരുമായിട്ടാണ്? നമ്മുടെ നെക്സ്റ്റ് മാച്ച് ബെർലിയുമായിട്ടാണ് കേസ്. അപ്പോൾ നമുക്ക് ആ ഒരു മാച്ചിലേക്ക് നൊടിയിടയിൽ തന്നെ പോകാം. നമ്മളിനി വെച്ച് താമസിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനപ്പ്. അപ്പോൾ നമുക്ക് ലൈനപ്പിൽ വല്ല മാറ്റം വല്ലതും നടത്താനുണ്ടെങ്കിൽ വല്ല മാറ്റം വല്ലതും നടത്താം. ഓക്കെ, നമുക്ക് മെക്നീലിനെ കൊണ്ടുവരാം. നമ്മൾ എങ്ങനെ പുറത്തോട്ടിട്ടിട്ട് മെക്നീലിനെ അകത്തോട്ടിട്ടിട്ടുണ്ട്. ചെർമിറ്റിക്ക് ചാൻസ് കൊടുക്കണോ ഗെയ്സ്? വേണ്ടല്ലോ. ഓക്കെ, നമ്മൾ കാൽവർട്ട് ലെവൻ ഇട്ടിട്ടുണ്ട്. ബെറ്റോനെ ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് വലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ബെറ്റോ വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പിന്നെ നമുക്ക് ഡിഫൻസീവ് പൊസിഷനിൽ അറ്റാക്കേഴ്സിനെ മാത്രം കയറ്റി വെക്കാം. പിന്നെ ഒഫൻസീവ് പൊസിഷനിൽ നമ്മൾ അറ്റാക്കേഴ്സിനെയും മിഡ്ഫീൽഡേഴ്സിനെയും കയറ്റി വെക്കുന്നുണ്ട്. ഡിഫൻഡ് അപ്പോഴും ഇത്തിരി ഇറങ്ങി നിൽക്കട്ടെ. ഓക്കെ, ഇങ്ങനെ മതി. അപ്പോൾ നമുക്ക് നേരെ മാച്ചിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോൾ വേഗം ഒന്ന് മാറ്റാം. ഈ ഒരു ബോൾ വേണ്ട, ഈ ഒരു ക്ലാസിക് പന്ത് മതി. ഇത് വെച്ചിട്ട് നമുക്ക് കളിക്കാം ഗൈസ്. ഓക്കെ, NDA ആണ് കിക്ക് എടുക്കാനായിട്ട് നിൽക്കുന്നത്. നമുക്ക് തന്നെയാണ് കിക്ക് കിട്ടിയിരിക്കുന്നത്. NDA ഡുക്കോറ അല്ലായിരുന്നു ഇത്, പാറ്റേഴ്സൺ ഇൻസൈഡായിട്ടൊരു ത്രൂ ബോൾ കൊടുക്കുന്നു. NDAക്കാണ് പന്ത് കിട്ടിയിരിക്കുന്നത്. NDAയുടെ ഒരു മനോഹരമായൊരു ഷോട്ട്, പക്ഷേ അത് കീപ്പർ സേവ് ചെയ്യുന്നു. 1-ാം മിനിറ്റിൽ തന്നെ നമുക്ക് ലീഡ് എടുക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു അത്, പക്ഷേ കീപ്പർ അത് സേവ് ചെയ്യുന്നു. പെനാൽറ്റി ബോക്സിൻ്റെ ഔട്ട് സൈഡ് നിൽക്കുന്ന ഒരു പ്ലെയർക്ക് നമ്മൾ പാസ് കൊടുക്കാനായിട്ട് നോക്കിയതായിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഓബ്രെയിൻ വന്ന് പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ അതും നടന്നില്ല. പിന്നെ ബ്രാൻഡ്വേറ്റ് വരുന്നുണ്ട്. ബ്രാൻഡ്വേറ്റിനെ കൊണ്ട് പറ്റും, പക്ഷേ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ കളി 5-ാം മിനിറ്റിലോട്ടായിട്ടുണ്ട്. ലിൻസ്ട്രോം പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവർക്ക് 66%, നമുക്ക് 33%. പറ്റുവേണ്ടിയേ, ഓടിക്കോ. അയ്യോ, പറ്റിയില്ല ഗെയ്സ്. ഓക്കെ, പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യടാ. മംഗള പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് ലിൻസ്ട്രോമിന് കൊടുക്കുന്നുണ്ട്. ലിൻസ്ട്രോം മംഗള കാൽവർട്ട് ലെവന് കൊടുക്കുന്നുണ്ട്. കാൽവർട്ട് ലെവനെ ത്രൂ കൊടുക്കും. ഓക്കെ, ഇടലം ത്രൂ. എടാ, കീപ്പർ സേവ് ചെയ്തടാ. NDA ഷോട്ട് അടിക്കുക. എൻ്റെ മോനെ, മനോഹരമായൊരു ഗോൾ ഗൈസ്. NDAയുടെ ഗോള്. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ NDAനെ കുറേ കുറ്റമൊക്കെ പറഞ്ഞിരുന്നു. അതിനുള്ള എല്ലാം NDA വീട്ടിയിട്ടുണ്ട് ഗൈസ്. 7-ാം മിനിറ്റിൽ തന്നെ ഒരു കിടിലം ഗോൾ NDA നേടിയിട്ടുണ്ട്. അപ്പോൾ സ്കോർ ഇപ്പോൾ ഏതാണെന്ന് നോക്കിയേ, 1-0 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. NDAയുടെ ഈ ഒരു ഗോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് അടിച്ചേക്കുക ഗൈസ്. ഓക്കെ, ഡുക്കോറെ പന്ത് ഒരു മനോഹരമായിട്ട് അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഡുക്കോറെ പന്ത് എടുത്തിട്ടുണ്ട്. പന്ത് ഫ്രണ്ടിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഡൊമിനിക് കാൽവർട്ട് ലെവൻ്റെ കയ്യിലാണ് പന്തുള്ളത്. കാൽവർട്ട് ലെവൻ്റെ ഒരു സോളോ റൺ, പക്ഷേ ഇതിലൂടെ കയറിയിട്ട് ഷോട്ട് എടുക്കാൻ മതിയായിരുന്നു, പക്ഷേ അവിടുന്ന് ഷോട്ട് എടുത്തുകൊണ്ട് തന്നെ പന്ത് വെറും ഒരു ഗോൾ കിക്കായി മാത്രം മാറിയിട്ടുണ്ട്. അപ്പോൾ കളി 10-ാം മിനിറ്റിലേക്ക് കടക്കുമ്പോഴത്തേക്കും സ്റ്റിൽ നമുക്ക് ഒരു ഗോളിൻ്റെ ലീഡുണ്ട്. അത് എന്തായാലും നല്ലതാണ്. മംഗളയുടെ കാലുകളിലാണ് പന്തിപ്പോൾ ഉള്ളത്. മംഗള ഡുക്കോറയ്ക്ക് കൊടുക്കാനായിട്ടാണ് നോക്കുന്നത്, പക്ഷേ ഡുക്കോറ എത്ര ഓടിയിട്ടും അങ്ങോട്ട് ചെല്ലാനായിട്ട് പറ്റിയില്ല. ഓക്കെ, അവർ പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡുക്കോറ ഒരു തവണ ഇൻ്റർസെപ്റ്റ് ചെയ്തതായിരുന്നു, പക്ഷേ എന്തായാലും അവരുടെ പ്ലെയർ ഇൻ്റർസെപ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 8 പാസ് ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ 11-12 പാസ് കൊണ്ട് ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 13-ലാണെന്ന് ഓർക്കണം, പക്ഷേ നമ്മളതിലും ഡിഫറൻസ് അതിലുണ്ട്. ഓക്കെ, അപ്പം മിയക്കലങ്കോയുടെ ഒരു മനോഹരമായൊരു ത്രൂ ബോളായിരുന്നു അത്. ഡൊമിനിക് കാൽവർട്ട് ലെവൻ്റെ കയ്യിൽ. ഡൊമിനിക് കാൽവർട്ട് ലെവൻ NDAയുടെ ഒരു സോളോ റൺ. NDA അവിടുന്ന് ത്രൂ കൊടുത്താൽ മതിയായിരുന്നു. ലിൻസ്ട്രോം പറ്റും. കാൽവർട്ട് ലെവനെ പറ്റും. അവിടുന്ന് എങ്ങാനും പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഷുവർ ഗോളായിരുന്നു, പക്ഷേ നടന്നില്ല. ലിൻസ്ട്രോം ആ പ്ലെയറിൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നിരുന്നത് ചിലപ്പോൾ ആ പന്ത് നിൻ്റെ കാലേ കിട്ടിയാണ്. ഓക്കെ, ഡുക്കോറെ പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അയ്യോ, മെക്നീലെ പിടിക്കുകയും. ഓ, നൈസ് ടാക്കിളായിരുന്നു, നൈസ് സ്ലൈഡായിരുന്നു മംഗള. ഓക്കെ, ഡുക്കോറയുടെ കാലിലാണ് കേസ് പന്തുള്ളത്. ഡുക്കോറ ലിൻസ്ട്രോമിന് കൊടുക്കുന്നു. ലിൻസ്ട്രോം പതിയൊന്ന് ടേൺ ആവുന്നു. NDA ഇപ്പുറത്തെ സൈഡിലോട്ട് പന്തിട്ട് കൊടുക്കുന്നു. മെക്നീലിൻ്റെ കാലുകളിലോട്ട്. മെക്നീൽ അവിടെ ലെഫ്റ്റ് വിങ്ങിൽ കൂടെ ഒരു മുന്നേറ്റം നടത്താനായിട്ടായിരുന്നു നോക്കിയത്, പക്ഷേ നടന്നില്ല. അവരുടെ കീപ്പർ ക്ലിയറായിട്ട് പന്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവരുടെ കീപ്പറൊക്കെ എങ്ങനെ അടിച്ചാലും കൃത്യം അവരുടെ പ്ലെയറിൻ്റെ കാലിൽ തന്നെ എത്തും. നമ്മുടെ കീപ്പറിന് ഇതേപോലെ ഗോൾ കിക്ക് അടിക്കാൻ അറിഞ്ഞൂടാ.
അല്ല സേവൊക്കെ ചെയ്യും, പക്ഷേ ഗോൾ കിക്ക് അടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കീപ്പർക്ക്. ഓക്കെ, ഡുക്കോറയുടെ കാലിലാണ് പന്തുള്ളത്. ഡുക്കോറ അവിടെ പാറ്റേഴ്സിന് കൊടുക്കുന്നു. പാറ്റേഴ്സൺ തിരിച്ച് ലിൻസ്ട്രോമിന് കൊടുക്കുന്നു. ലിൻസ്ട്രോം പാസ് ഇടാനായിട്ടാണ് നോക്കിയത്, പക്ഷേ നടന്നില്ല. അപ്പോൾ ഷോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ഷോട്ടിൽ 3 ഷോട്ടും ഓൺ ടാർഗറ്റ് ആയിരുന്നു. അവർ ഷോട്ടൊന്നും അടിച്ചിട്ടില്ല. കാൽബർട്ട് ലെവിൻ അവിടെ നന്നായിട്ട് ഡ്രിബിൾ ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു മോശമായ പാസ്സായിരുന്നു അത് ഓപ്പോസിറ്റ് പ്ലെയറിൻ്റെ കാലിലാണ് കിട്ടുന്നത്. അപ്പോൾ മംഗാളയാണ് ശക്തി കിടന്ന് ഓടിക്കളിക്കുകയാണ്. ഇത്രയും നേരമായിട്ട് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന മംഗാളയാണ്, വേറെ ആരും ഇത്ര നന്നായിട്ട് കളിക്കുന്നില്ല. മിയോകലങ്കോ അങ്ങോട്ട് ഓടിച്ചെന്ന് പന്ത് പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. മെക്നീൽ പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് NDAക്ക് കൊടുക്കുന്നു. NDAയുടെ ഒരു മനോഹരമായൊരു ത്രൂ ബോൾ കാൽബർട്ട് ലെവിൻ്റെ കാലിലെത്തുന്നു. കാൽബർട്ട് ലെവിൻ ഒരു ഫ്രീ പോസ്റ്റ്, പക്ഷേ കാൽബർട്ട് ലെവിൻ അവർ മിസ്സാക്കുകയാണ് ഗൈസ്. പക്ഷേ അതൊരു ക്ലിയർ ചാൻസ് ആയിരുന്നു, അത് അടിക്കാൻ പറ്റിയത് നമുക്കൊരു ലീഡ് എടുക്കാൻ പറ്റിയേനെ. ഒരു ഗോളും കൂടെ ലീഡ് എടുത്തിരുന്നത് ഈ ഒരു കളി നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയേനെ നമുക്ക്. ഓക്കെ, ലിൻസ്ട്രോമിൻ്റെ കയ്യിലാണ് പന്തുള്ളത്. നമ്മളാണിപ്പോൾ ഈ ഒരു 30 മിനിറ്റിലോട്ട് കളി എടുക്കുമ്പോഴും കളി ലീഡ് എടുക്കുന്നതും ഏറ്റവും നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത് നമ്മൾ തന്നെയാണ്. ലിൻസ്ട്രോമിൻ്റെ മനോഹരമായൊരു പാസ് NDAയെ കാൽബർട്ട് ലെവിന് നൽകുകയാണ് പാസ്. കാൽബർട്ട് ലെവിൻ്റെ ഒരു മനോഹരമായൊരു ഷൂട്ട്, പക്ഷേ അത് പുറത്തോട്ട് പോവുകയാണ്. കാൽബർട്ട് ലെവിൻ കുറേ മിസ്സായി നടത്തുന്നു. അവിടെ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു, അത് കിട്ടിയിരുന്നത് ചിലപ്പോൾ NDA അതും കിട്ടിയിരുന്നത് നമുക്ക്. ലിൻസ്ട്രോം നീ ഫ്രണ്ടിലോട്ട് പോവാ, അല്ലാതെ സൈഡിൽ നിന്ന് നീ എന്തോ കാണിക്കുന്നത്, സൈഡിലോട്ടാണോ തരുന്നത്. മെക്നീലിൻ്റെ ഒരു മനോഹരമായൊരു ഇൻ്റർസെപ്ഷൻ. പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവർക്ക് 54%, നമുക്ക് 46% ഉള്ളത്. ഓക്കെ, മിയോകലങ്കോ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, മംഗാളക്ക് കൊടുക്കുന്നുണ്ട്. മംഗാള NDAക്ക് കൊടുക്കുന്നുണ്ട്. NDAയെ അങ്ങോട്ട് കാൽബർട്ട് ലെവിന് ഒരു ത്രൂ ബോൾ കൊടുക്കാനായിട്ടായിരുന്നു നോക്കിയത്, പക്ഷേ നടന്നില്ല. ഞാൻ അറിയാതെ പാസിലായിരുന്നു ഞെക്കിയത്. ഓക്കെ, ഒബ്രീൻ പന്ത് പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതാരാണ് അവിടെ നിൽക്കുന്ന പാറ്റേഴ്സൺ, വേഗം പോയി പ്ലെയറിനെ പിടിക്കും. പാറ്റേഴ്സൺ ലേറ്റ് ആവുന്നതോടെ ക്ലിയർ ചാൻസ്. വാട്ട് എ സേവ് ബൈ പിക്ഫോർഡ്, പിന്നെ വാട്ട് എ സേവ് ബൈ പിക്ഫോർഡ് ഗേസ്. പിക്ഫോർഡിൻ്റെ 2 മനോഹരമായ സേവുകളുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഈ കളിയിൽ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിക്ഫോർഡ് ഉള്ളതുകൊണ്ട് മാത്രം. അവിടെ മെക്നീലിൻ്റെ മനോഹരമായൊരു ഡ്രിബ്ലിംഗ് ഒക്കെ ചെയ്ത് മെക്നീൽ പോകാനായിട്ട് നോക്കിയതായിരുന്നു, പക്ഷേ ആ ഒരു പ്ലെയർ സ്ലൈഡ് ചെയ്യുന്നു. രണ്ടാമതും കിട്ടിയതായിരുന്നു പന്ത്, പക്ഷേ ആ ഒരു പ്ലെയർ ടാക്കിൾ ചെയ്ത് മെക്നീലിൻ്റെ കയ്യിൽ നിന്ന് പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. മിയോകലങ്കോ ആ ഒരു പ്ലെയറുടെ കയ്യിൽ നിന്ന് പന്ത് മേടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അവരുടെ കാലുകളിലാണ് പന്ത് ഇപ്പോഴും ഉള്ളത്. അവരുടെ ഒരു മനോഹരമായ വൺ ടച്ച് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും മനോഹരമായ പാസുകളിലൂടെ അവർ മുന്നേറി വരുമ്പോഴാണ് ബ്രാന്ത്വൈറ്റ് പന്ത് പിടിക്കുന്നത്. എന്നാൽ ബ്രാന്ത്വൈറ്റിൻ്റെ കയ്യിൽ നിന്നും പന്ത് പോയെങ്കിലും ഒബ്രീൻ അത് തിരിച്ചു പിടിച്ച് കാൽബർട്ട് ലെവിന് പന്ത് പാസിട്ട് കൊടുക്കുന്നു. കാൽബർട്ട് ലെവിൻ സോളോ റൺ നടത്തുകയാണ്. ഹാഫ് വേ കഴിഞ്ഞും കാൽബർട്ട് ലെവിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഡ്രിബിളുകളിലൂടെയാണ് കാൽബർട്ട് ലെവിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷോട്ട്, അതൊരു മനോഹരമായ ഷോട്ടായിരുന്നു ഡുക്കോറയുടെ, പക്ഷേ അത് വൈഡായിട്ട് പോകുന്നു ഗെയ്സ്. ഓക്കെ, അവരുടെ ഒരു ഗോൾ കിക്കായിട്ട് മാത്രം അത് കലാശിക്കുകയാണ്. അവരുടെ പ്ലെയർ എപ്പം നന്നായിട്ട് പാസ് കൊടുത്താലും അത് കൃത്യം കാലിലായിരിക്കും കിട്ടുക, പക്ഷെ നമ്മുടെ പ്ലെയർ പാസ് കൊടുത്താൽ അങ്ങനെ കൃത്യമായിട്ടൊന്നും വരാറില്ല. ഓക്കെ, ഇതാണ്ട് കളി 45-ാം മിനിറ്റിലോട്ട് ഫസ്റ്റ് ഹാഫ് തീരാറായിട്ട് പോകുമ്പം അവർക്കാണ് നിലവിൽ ലീഡുള്ളത്. കാൽബർട്ട് ലെവിൻ്റെ കാലിലാണ് പന്തുള്ളത്. കാൽബർട്ട് ലെവിൻ്റെ ഒരു മനോഹരമായൊരു ത്രൂ പാസ് ഡുക്കോറെ ഇതിലൂടെ കയറാൻ നോക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. ഇനി 3 മിനിറ്റും കൂടെ ഉള്ളൂ കളി തീരാനായിട്ട്, ഫസ്റ്റ് ഹാഫ് തീരാനായിട്ട്. അപ്പോൾ സ്കോർ എന്താവുമെന്ന് നിങ്ങൾ താഴെ പ്രെഡിക്റ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ലിൻസ്ട്രോമിൻ്റെ ഒരു മനോഹരമായ പ്രഷറിലൂടെ ആ പന്ത് ആ പ്ലെയർ അടിച്ചപ്പോൾ മംഗാളയുടെ കാലുകളിലെത്തി. നമ്മുടെ അറ്റാക്കേഴ്സ് മാത്രം ഫ്രണ്ടിലൂടെ ഓടിപ്പോവുകയാണ്. കാൽബർട്ട് ലെവിൻ്റെ കാലുകളിലാണ് പന്ത്. കാൽബർട്ട് ലെവിൻ്റെ 1-on-1, പക്ഷേ ഒരു മോശമായിട്ടുള്ളൊരു ഫിനിഷിലൂടെ കാൽബർട്ട് ലെവിൻ ആ പന്ത് കൊണ്ടുപോയി തുലയ്ക്കുകയാണ്. അങ്ങനെ NDA അത് പോസ്റ്റിലിടാൻ നോക്കിയെന്നുണ്ടെങ്കിലും നടന്നില്ല, തിരിച്ച് മെക്നീലിൻ്റെ കാലിൽ കിട്ടി. ഓക്കെ, ആ പന്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇവിടെ വെച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കാണ് 1-0 ലീഡുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാറ്റ്സ്. NDA ആണ് ആ ഒരു ഗോൾ അടിച്ചത്. 7-ാം മിനിറ്റിൽ NDA അടിച്ച ആ ഒരു ഗോളിൻ്റെ ബലത്തിൽ നമ്മളിപ്പോഴും ലീഡിട്ട് നിൽക്കുന്നു എന്നുള്ളത് ആണ് നമുക്കിപ്പോൾ ഉള്ളൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റുന്നത്. സെക്കൻഡ് ഹാഫിൽ ആരെ നമുക്ക് ഇറക്കണം ഗൈസ്? ഇഡ്രീസിനെ ഇറക്കണോ? മംഗളനെ കളഞ്ഞിട്ട് നമ്മൾ ഇഡ്രീസിനെ ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെ കൊണ്ടുവരാനാണ്? നമ്മൾ കാൽബർട്ട് ലെവിൻ അല്ല, നമുക്ക് NDAക്ക് പകരം ബെറ്റോനെ കൊണ്ടുവന്നിട്ടുണ്ട്. പകരം ഞാൻ എന്നെ ഇറക്കിയിട്ടുണ്ട് കേസ്. അപ്പോൾ ഇനിയാണ് കളി മാറാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ക്യാപ്റ്റനെ കോൾമാനെ നമ്മൾ കളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫ് താണ്ട് ഇവിടെ ബിഗിനാകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ സെക്കൻഡ് ഹാഫ് താണ്ട് ഇവിടെ ബീനായിട്ടുണ്ട്. അപ്പോൾ NDAക്ക് പകരം ബെറ്റോ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ താണ്ട് അവിടെ ഒന്ന് ഓടുന്നുണ്ട്. ഞാനറിയാലോ, ഞാൻ പണ്ടേ പാഴാണ്. ഓക്കെ, മിയോകലങ്കോടാ വാട്ടേ സേവ്. കോൾമാൻ ഇപ്പോൾ അവിടെ കൊണ്ടുപോയി കൺസീഡ് ആയനെ. നമ്മുടെ ക്യാപ്റ്റനാണ് കോൾമാൻ, അവർ സ്കിപ്പർ.
ഓക്കെ ബെറ്റോട് അവിടെ ഒരു ടേൺ ഓവർ നടത്താനായിട്ട് നോക്കിയതായിരുന്നു, പക്ഷേ ഏറ്റില്ല. ഓക്കെ ഡുക്കോറയുടെ കാലുകളിലാണ് പന്തുള്ളത്. ഓക്കെ അവിടെ അത് ഏറ്റില്ല. എന്തൊരു കഷ്ടമാണ്. ഇവന്മാരെല്ലാവരും നോക്കുന്നുണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല. കോൾമാൻ്റെ ഒരു മനോഹരമായ റൺ റിസപ്ഷൻ. അവിടെ താണ്ടെ ത്രൂ ബോളിനുള്ളൊരു വലിയൊരു സ്പേസ് ഉണ്ട്. കാൽവേർട്ട് ലവിന് ഓടിപ്പോകാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. പോസ്റ്റിൻ്റെ ഉള്ളോട്ടെത്തുന്ന ഒരു ഷോട്ടോ, വാട്ട് എ സേവ് ഗൈസ്. നമുക്ക് ആ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ലീഡൊക്കെ എടുത്ത് കളിയിലോട്ട് തിരിച്ചു വരാൻ പറ്റിയൊരു അവസരമായിരുന്നു, പക്ഷേ അത് പോസ്റ്റിൽ തട്ടിപ്പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്ത് ചെയ്യും നമ്മൾ? ഓക്കെ ഗൈസ്, ഇഡ്രീസ താണ്ടെ ഓടി വന്ന് പന്ത് മേടിക്കാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഒബ്രീൻ വരുന്നുണ്ട്. കോൾമാൻ വിങ്ങിൽ വന്ന് ഒരു സ്ലൈഡ് ഇടുന്നു, ബട്ട് അത് കൃത്യമായിട്ട് വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഒബ്രീൻ്റെ കാലിലോട്ട് പന്തെത്തി. അതുകൊണ്ട് ഇപ്പോൾ ബെറ്റോടെ ഒരു സോളോ റണ്ണാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ പന്ത് പ്ലെയർ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒബ്രീൻ പന്ത് പിടിക്കാനായിട്ട് നോക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 50 നമുക്ക് 49 ഓക്കെ, അവർ ബോക്സിലോട്ട് കയറുന്നു, പെനാൽറ്റി ബോക്സിലോട്ട് കയറുന്നു. മ്യോകലങ്കയുടെ ഒരു വളരെ മികച്ചൊരു ഡ്യുവലിലൂടെ അതൊരു കോർണറിലേക്ക് കലാശിക്കുകയാണ്. അപ്പോൾ 57-ാം മിനിറ്റിലോട്ട് കടക്കുമ്പോഴും നമുക്ക് തന്നെയാണ് നിലവിൽ ലീഡുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, കളി 60-ാം മിനിറ്റിലോട്ട് കടക്കുമ്പോഴും സ്റ്റിൽ നമുക്ക് തന്നെയാണ് ലീഡുള്ളത്. ബെറ്റോ പന്ത് മേടിക്കാനായിട്ട് ഓടുകയാണ്. ബെറ്റോ ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ എന്ത് ചെയ്യണം? ബെറ്റോ ചട്ട് കിടന്ന് ഓടുന്നടാ. ഓക്കെ, അവരുടെ ഒരു ലോങ് ബോൾ കോൾമാൻ്റെ കാലുകളിലോട്ടാണ് കിട്ടുന്നത്. ആ പാസ് അത്രയ്ക്ക് നല്ലതെന്നുണ്ടായിരുന്നെങ്കിലും തിരിച്ച് ഡുക്കോറയുടെ കാലുകളിൽ നിന്ന് തിരിച്ച് കോൾമാന് തന്നെ അത് കിട്ടുന്നു. വാട്ട് എ ഡ്രിബ്ലിങ്! കോൾമാൻ വൈബ്സ്. പക്ഷെ ലാസ്റ്റ് പന്ത് പോയി. എന്ത് പറയാനാ, പുള്ളിക്ക് എത്ര ഏജൊക്കെ ഉള്ള പ്ലെയർ അല്ലേടാ, ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, മ്യോകലങ്ക അവിടെ വളരെ നന്നായിട്ട് പന്ത് ഒരു ഓവർ ദ ഹെഡ് ബോളായിരുന്നു ട്രൈ ചെയ്തത്. റെയിൻബോ കിക്കല്ലേ, അതല്ലേ റെയിൻബോ ആയിരുന്നു ഒന്ന് ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. ഓക്കെ, മെക്നീലും റെയിൻബോ ആയിരുന്നു ട്രൈ ചെയ്തത്, പക്ഷേ ഒട്ടും എത്തില്ല. മ്യോകലങ്ക പന്ത് തിരിച്ച് മേടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഇദ്രീസയുടെ കാലിലാണ്, പക്ഷെ പന്ത് തിരിച്ച് പിന്നെ അങ്ങോട്ട് പോകുന്നു. അവിടെ പിടിക്കടാ, നമ്മുടെ ലീഡ് കൊണ്ടുപോയി കളയല്ലോ. ഓരോരോ കോപ്രായങ്ങൾ കാണിച്ച് ലീഡ് കൊണ്ടുപോയി കളയാതിരുന്നാൽ മതി. ഓക്കെ, ഒബ്രീന് റെയിൻബോ ചെയ്യാൻ അറിയത്തില്ല ഗേസ്. ഓക്കെ, മെക്നീൽ ബെറ്റോ കൊടുക്കുന്നു. ബെറ്റോടെ ഒരു മനോഹരമായൊരു ത്രൂ പാസ്, പക്ഷേ കാൽവേർട്ടിൽ നിന്ന് ഇത്തിരി ലോങ് ഷോട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ അത് ഓൺ ടാർഗറ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഗോളായിരുന്നേ കിടിലം ഗോളായിരുന്നേന്. ഇവരുടെ കീപ്പർ നല്ല കീപ്പറാണ്, ഇവരുടെ കീപ്പറും നമ്മുടെ കീപ്പറും. ഇതിൻ്റെ കീപ്പർമാരൊക്കെ കളിക്കണം കാണണം, ചാടിയും തുള്ളിയൊക്കെ നിന്നാണ് കളിക്കുന്നത്. ഇത് ഈ കുഞ്ഞൻ ടീമിലാണെങ്കിലും വലിയ ടീമിലാണെങ്കിലും. ഇഡ്രീസ ഓടുന്നു. ഇഡ്രീസ പാസ് കൊടുക്കാം. കാൽവേർട്ട് ലെവിൻ അവിടെ നല്ലൊരു പ്രഷർ എടുക്കുന്നുണ്ട്, പക്ഷേ നടന്നില്ല. കളി 70-ാം മിനിറ്റിലോട്ട് കടക്കുമ്പോഴും സ്റ്റിൽ നമുക്ക് തന്നെയാണ് ലീഡുള്ളത്. ഓക്കെ ഗേസ്, അവരിപ്പോൾ അതുകൊണ്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് വരുവാണ്. അവരുടെ പ്ലെയറിൻ്റെ ഒരു ഷോട്ടായിരുന്നു, പക്ഷേ അത് പുറത്തോട്ട് പോകുന്നു. എന്തായാലും നമുക്ക് തന്നെയാണ് ഇപ്പോൾ ലീഡുള്ളതുകൊണ്ട് നമ്മൾ പേടിക്കണം. നമുക്കിവിടെ നിന്ന് പതിയെ പാസിട്ട് കളിക്കാം. മ്യോകലങ്കോടെ എന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്ത് പന്തെടുക്കുന്നുണ്ട്. ബ്രാന്ത്വൈറ്റ് പിന്നെ പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രാന്ത്വൈറ്റ് അത് തിരിച്ച് മ്യോകലങ്കോക്ക് കൊടുക്കുന്നുണ്ട്. മ്യോകലങ്കോ ഫ്രണ്ടിലോട്ട് കളിക്കാനായിട്ടാണ് നോക്കുന്നത്. വാട്ടെ ഓവർ ദ ബോൾ അല്ലല്ലോ, റെയിൻബോ. അതെപ്പോഴും മറന്നു പോകും, നമ്മുടെ വായിലത് വരുന്നില്ല. ഓക്കെ, അത് താണ്ടെ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഷൂട്ട് അടിക്കാനായിട്ടാണ് നോക്കിയത് കാൽവേർട്ട് ലെവിൻ, പക്ഷേ പറ്റിയില്ല. ആ പ്ലെയർ ഫ്രണ്ടിലുള്ളായിരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രഷർ കാൽവേർട്ട് ലെവിനുണ്ടായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ, നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ സ്കിപ്പർ കോൾമാനെ പന്ത് പിടിച്ചെടുക്കാനായിട്ട് നോക്കിയായിരുന്നു, പക്ഷേ നടന്നില്ല. ഓക്കെ, ഒബ്രീൻ സെൻറ്ററിൽ നിന്ന് ഓടി വരുന്നുണ്ട്. ഓക്കെ, ബ്രാന്ത്വൈറ്റിൻ്റെ ഒരു മനോഹരമായ ഒരു റിക്കവറി ആയിരുന്നത്. ബ്രാന്ത്വൈറ്റിൻ്റെ കയ്യിൽ നിന്ന് പന്ത് പോയെന്നുണ്ടെങ്കിലും മെക്നീൽ പിന്നെ കൊണ്ടുപോയി കളഞ്ഞല്ലോ. ഒബ്രീൻ പിടിക്കടാ. ഓക്കെ, പറ്റിയില്ല ഒബ്രീന്. ഓക്കെ, എനിക്ക് തോന്നുന്നു അതൊരു കോർണറായിട്ട് കലാശിരിക്കുകയാണ്. 80-ാം മിനിറ്റിലോട്ടാകുമ്പോൾ അവർക്കൊരു കോർണർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കളി എന്തായാലും കൊണ്ടുപോയി കളയരുത്. കാര്യം നമ്മൾ ഇത്രയും നേരം പിടിച്ചു നിന്ന കളിയാണ്, ഒരു ഗോളൊക്കെ അടിച്ച് നിൽക്കുന്ന കളിയാണ്. അപ്പോൾ ഇത് കൊണ്ടുപോയി കളയാൻ പാടില്ല. ഓക്കെ, മെക്നീലിൻ്റെ കാലുകളിലാണ് പന്തുള്ളത്. മെക്നീൽ പന്തും കൊണ്ട് ഓടുകയാണ് ഗൈസ്. ഒറ്റക്കാണ് മെക്നീൽ പോകുന്നത്. ഓടിക്കോ രണ്ടാമത്തെ പ്രാവശ്യം പോയല്ലോടാ. മൂന്നാമത്തെ പ്രാവശ്യം മ്യോകലങ്കോയുടെ കയ്യിൽ നിന്ന് ആ പന്ത് പോയി. പിന്നെ ഇഡ്രീസ മനോഹരമായിട്ടൊരു ത്രൂ ബോൾ അവിടെ തിരിച്ച് മെക്നീലിന് കൊടുക്കുന്നുണ്ട്. മെക്നീലേ ക്രോസ് കൊടുക്ക്. ഇല്ല ബാക്ക്. അതെന്തോന്നടാ കാണിച്ചേ? ഞാൻ ഓരോരോ മിസ്റ്റേക്സ് കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ അങ്ങോട്ട് കൊടുക്കാനല്ലോ കേട്ടോ. ഓക്കെ, മെക്നീലേ. ഓക്കെ, മ്യോകലങ്കോ. ഞാൻ തിരിച്ച് പുറയിൽ മ്യോകലങ്കോ ഓടി വരുന്നുണ്ടായിരുന്നല്ലോ, അപ്പം മ്യോകലങ്കോക്ക് കൊടുക്കുക എന്നുള്ള രീതിക്കായിരുന്നു ഞാൻ ചെയ്തത്. ഓക്കെ, ഒബ്രീൻ പന്ത് പിടിക്കാനായിട്ട് നോക്കുന്നു. കിടിലോടാ ഒബ്രീനെ.
ഇതെന്തോന്നടാ നമ്മുടെ ടീമിലുള്ള പ്ലെയേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നേ. ഓരോരോ ചാൻസ് കിട്ടുമ്പോൾ ഇനി ആ പന്ത് എടുക്കാൻ അവന്മാർക്ക് അരമണിക്കൂറാണ്. അവർക്കാണ് ലീഡ് കുറവുള്ളത്. അവർ പതുക്കെ ഇപ്പോൾ എടുത്താൽ മതി, നമുക്ക് വിഷയമില്ല. എന്നാലും ഒബ്രീനെ ആ പന്ത് നമ്മുടെ കയ്യിൽ ഒബ്രീനില്ലായിരുന്നു, ഇതാരായിരുന്നു എന്തേലും ആവട്ടെ. ഓക്കെ, പൊസഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 48%, അവർക്ക് 52%ആണുള്ളത്. അപ്പോൾ കളി ഇതാണ്ട് എൻഡിലോട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം ഒരു ത്രൂ ബോൾ കൊടുക്കാനായിട്ടായിരുന്നു നോക്കിയത്, പക്ഷേ അവിടം വരെ ആ പന്ത് ചെന്നില്ല. അപ്പോൾ ആദ്യം വരെ അങ്ങോട്ടേ ആ പന്ത് ചെന്നുള്ളൂ. ഓക്കെ ഗൈസ്, കളി അങ്ങനെ 90-ാം മിനിറ്റോട്ട് എടുക്കുകയാണ്. ഒബ്രീൻ്റെ കാലുകളിലാണ് പന്തുള്ളത്. ഒബ്രീൻ ബെറ്റോ പന്തും കൊണ്ടൊരു സോളോ റൺ നടത്തുവാണ്. ബെറ്റോ പതിയെ ബാക്ക് വലിക്കുന്നു. ബെറ്റോ തിരിച്ച് മെക്നീലിന് പന്ത് കൊടുക്കുന്നു. മെക്നീലത് ഇഡ്രീസൊക്കെ കൊടുക്കുന്നു. ഇഡ്രീസ് ഷോട്ടാടാ, പക്ഷെ അത് പൊങ്ങിപ്പോയി കേട്ടോ. ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ടായിരുന്നു കിട്ടിയിരുന്നെന്നുണ്ടായിരുന്നേ ചിലപ്പോൾ നമുക്ക് അടിക്കായിരുന്നു. നമുക്ക് പ്രഷറില്ലാതെ നമുക്ക് അടിക്കാൻ പറ്റിയേനെ. ഓക്കെ, എന്തായാലും 4 മിനിറ്റും കൂടെ ഉള്ളു. ഇപ്പോൾ ഗോൾ വഴങ്ങിക്കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കാര്യമായിരിക്കും. കൊള്ളാടാ ഡിക്കോറൊക്കെ ചത്ത് കിടന്ന് കളിക്കുന്നുണ്ട്, ഡിക്കോറും കോൾമാനും ഒക്കെ. ഓക്കെ, കോൾമാനെ പന്ത് പിടിക്കുക. എടാ വേറൊരു പ്ലേയേഴ്സൊക്കെ എന്താടാ അനങ്ങാപ്പാറ പോലെ നിൽക്കുന്നത്. ഓടി വാടാ, നിങ്ങൾ വിങ്ങ് മാത്രം നോക്കി കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഇതൊരു കൃത്യനിഷ്ഠമുള്ള കൊള്ളാം പിറ്റ്ഫോടെ. ഓക്കെ, അങ്ങനെ കളി ഏകദേശം എൻഡിലോട്ട് അടുക്കുന്നുണ്ട്. നമ്മൾ ഓരോരോ മണ്ടത്തരം കാട്ടാതിരുന്നാൽ മതി. ഓക്കെ, ആലോട്ടെ കൊള്ളാം. റഫറി വിസിൽ വിളിക്കുക. ഓക്കെ, വിസിൽ വിളിച്ചിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ ഈ കളി ഒഫീഷ്യലി ജയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സീസണിലെ ആദ്യത്തെ ജയമാണ്. NDAയുടെ ആ ഒരു ഗോളിൽ നമ്മൾ ഈ കളി ജയിച്ചിട്ടുണ്ട് യെസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കളിയുടെ സ്റ്റാറ്റ്സ്. അറ്റംപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. എന്തോരം ഷോട്ട്സാണ് നമ്മളൊക്കെ വെറുതെ അടിച്ച് കളഞ്ഞേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ മാത്രമേ എനിക്കൊന്ന് ജയിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ 3-ാം സ്ഥാനത്ത് തന്നെയാണ് കേട്ടോ. നേരത്തെ നമ്മൾ 3-മതായിരുന്നു. ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ നമ്മുടെ NDA ഉണ്ട്, കാൽവേർട്ട് ലെവനും ഉണ്ട്. വേറെ ആരുമില്ല. മോസ്റ്റ് അസിസ്റ്റൻസിൻ്റെ ലിസ്റ്റിൽ ആരുമില്ല. നമ്മുടെ ഇതെല്ലാം 0 ഉള്ളവരുടെ ലിസ്റ്റിൽ നമ്മുടെ പ്ലെയറിൻ്റെ പേരിടുന്നതാണ്. അവിടെ ആരുമില്ല. പിന്നെ മോസ്റ്റ് സേവിൻ്റെ ലിസ്റ്റിൽ പിക്ഫോർഡ് എങ്ങാണ്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മാച്ചിന് ആരുമായിട്ടാ? നെക്സ്റ്റ് മാച്ച് അല്ലല്ലോ, ഏറ്റവും താഴത്തുള്ള ഷെർബുണോ അവരുമായിട്ടല്ലോ? അല്ല, നമ്മൾ നെക്സ്റ്റ് മാച്ച് ആരുമായിട്ടാ? ഈ മാച്ചിൽ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മാച്ച് HTOയോ അതേത് ടീമാ? ഹംബർ ടൗൺ ആണെന്ന് തോന്നുന്നു. ഹംബർ ടൗൺ അല്ലേ ഇത്? ഹംബർ ടൗൺ തന്നെ. ഹംബർ ടൗൺ 2-ാം സ്ഥാനത്തുള്ള ടീമാണ്. അപ്പോൾ ഈ കളി നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 2-ാം സ്ഥാനം ഉറപ്പിക്കാനായിട്ട് പറ്റും. അത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടീമിൽ വല്ല ചേഞ്ചസും വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. നമ്മൾ മംഗാളേനെ ഇട്ടിട്ടുണ്ട് ഇദ്രീസക്ക് പകരം. പിന്നെ ഞാൻ എന്നെ പുറത്തോട്ടാക്കിയിട്ട് അവിടെ NDAനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കോമ്പിനേഷൻ നോക്കിയേ, NDA, ബെറ്റോ, കാൽവേർട്ട് ലെവൻ, അവർ 3 പേരും വരും. അതൊരു കോമ്പിനേഷൻ ആവും. പിന്നെ ജെയിംസിനെ ഇറക്കണോ? വേണ്ടല്ലേ. പിന്നെ ആരെങ്കിലും ഇറക്കണോ ഗൈസ്? വേണ്ട, നമുക്ക് ഈ ഒരു ലൈനപ്പിൽ അങ്ങോട്ട് കളിക്കാൻ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടീമിൻ്റെ ജേഴ്സിയൊക്കെ. അവർ വെള്ളം, നമ്മൾ നീല ഇട്ടിട്ട് തന്നെയാണ് കളിക്കുന്നത്. അവർക്കാണ് ഫസ്റ്റ് ഹാഫ് കിക്കുള്ളത്. നമ്മൾ പന്ത് മേടിച്ചെടുക്കാനായിട്ട് ആദ്യം തന്നെ ചെല്ലുന്നുണ്ട്. കാൽവേർട്ട് ലെവൻ വളരെ നന്നായിട്ട് ഓടിക്കളിച്ച് പന്ത് ചെന്ന് മേടിക്കാനായിട്ടാണ് നോക്കിയത്, റഷ് ചെയ്ത്, പക്ഷേ കിട്ടിയില്ല പന്ത്. ഓക്കെ, അവിടെ മെക്നീൽ പന്ത് എടുക്കാനായിട്ട് നോക്കി. എടാ അവർക്ക് ചാൻസ് ഇട്ട് കൊടുക്കാടാ. മ്യോഗലങ്കോ, മംഗാള അവിടെ പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഗുഡ് ഇൻ്റർസെപ്ഷൻ ആയിരുന്നു മംഗാളത്. കാൽവേർട്ട് ലെവൻ ബെറ്റോ കാൽവേർട്ട് ലെവൻ ഒരു മനോഹരമായൊരു ത്രൂ ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഇത്തിരി ലോങ് ആയി പോകുന്നു, അത്ര മനോഹരമല്ലായിരുന്നു. അത് കിട്ടിയിരുന്ന നല്ല അതിനെ. ഓക്കെ, കാൽവേർട്ട് ലെവൻ ആ പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ത്രൂ കൊടുത്താൽ മതിയായിരുന്നു ഇതിലോട്ട്. അതെന്തുവാടാ ഇത്തിരി പുറയിലായിപ്പോയി, മംഗാള ഇത്തിരി പുറയിലായിപ്പോയി. നല്ല പാസ്സായിരുന്നു അത്. ഓക്കെ, പൊസഷൻ നോക്കുകയാണെങ്കിൽ അവർക്ക് 56, നമുക്ക് 44ആണ്. കളി തുടങ്ങിയതുള്ളൂ, നമ്മൾ പേടിക്കേണ്ട. മെക്നീൽ താണ്ടെ പന്ത് കൊടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. ഓക്കെ, കാൽവേർട്ട് ലെവൻ പന്ത് കിട്ടുന്നു. ഇത്തിരി ലെഫ്റ്റിലോട്ട് ഇത്തിരി കട്ട് ചെയ്ത് ഇൻസൈഡിലോട്ട് പോയിട്ട് ഷൂട്ട് അടിച്ചാൽ മതിയായിരുന്നു. അവിടുന്ന് ഷൂട്ട് അടിക്കേണ്ടായിരുന്നു. കിട്ടി അടിച്ചു. പ്ലെയർ ഇല്ലായിരുന്നു എൻ്റെ മോനെ. സ്കില്ലിടാനായിട്ടൊന്നും പറ്റുന്നില്ല. ആ ഒരു മൊമെൻറ്റിൽ നമ്മളതൊന്നും ഓർക്കത്തില്ലടാ. എനിക്ക് സ്കില്ലിടാനൊക്കെ അറിയാം, പക്ഷേ ആ മൊമെൻറ്റിൽ നമ്മളത് ഓർക്കത്തില്ല. ഓക്കെ, ബെറ്റോ ആ മൊമെൻറ്റിൽ അത് ഓർത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളൊരു സ്കിൽഡ് പ്ലെയർ ആണെന്ന് പറയാൻ പറ്റുക. ഗുഡ് ഷോട്ടായിരുന്നു, പക്ഷേ അത് മുകളിലോട്ടായിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ അതെന്തായാലും അവരുടെ ഒരു
ഗോൾ കിക്കായിട്ട് കലാശിച്ചിട്ടുണ്ട്. അവരത് ഫ്രണ്ടിലോട്ട് അടിച്ചിട്ടുണ്ട് അവരുടെ ഗോൾ കീപ്പർ. അപ്പോൾ മംഗാള താണ്ട് പന്ത് പിടിക്കാൻ വരുന്നുണ്ട്. മംഗാള പന്ത് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. മംഗാള ഫ്രണ്ടിലോട്ട് കളിക്കാനായിട്ടാണ് നോക്കുന്നത്. മെക്നീലിന് പന്ത് പാസിട്ട് കൊടുക്കുന്നു. മെക്നീലാണ് പന്ത് കൊണ്ട് പോകുന്നത്. മെക്നീൽ ഫ്രണ്ടിലോട്ടിട്ടാണ് നോക്കിയത്. പക്ഷേ അത് പ്ലെയറുടെ ഡിഫ്ലക്ഷൻ ആണെങ്കിലും അത് തിരിച്ച് മെഗലങ്കോടെ കാലുകളിലോട്ട് തന്നെ വരുന്നു. എയുടെ ഒരു മനോഹരമായ ഒരു ഓവർ മംഗാള വാട്ട് എ ഷോട്ടടാ. പക്ഷേ അത് കീപ്പർ സേവ് ചെയ്യുന്ന കേസ്. ഇതൊരു ബിഗ് ചാൻസ് തന്നെയായിരുന്നു. പക്ഷേ അത് നല്ല സേവായിരുന്നു കീപ്പറിൻ്റെ ഭാഗത്തുനിന്ന്. എനിക്ക് തോന്നുന്നു അവിടെ നമുക്കൊരു ഫൗളിന് ഇതാണ് ഇട്ടിരിക്കുന്നത്. അവിടെ യെല്ലോ കാർഡ് അവരുടെ പ്ലെയറിന് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഷോട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഷോട്ട് പോകണത് പാസ് വേണം. ഓക്കെ, ഷോട്ടിന് തന്നെ നമ്മൾ പോയിട്ടുണ്ട്. എടാ പോസ്റ്റ് അടിച്ച് പോടാ. അത് അത് ഇത്ര വളഞ്ഞിരുന്നത് ചിലപ്പോൾ ഒരു ഗോൾ കയറി തന്നെ. അവരുടെ കീപ്പർ തന്നെ മണ്ടത്തിലൊക്കെയാണ് കാണിച്ചത്. പുള്ളി സെക്കൻഡ് പോസ്റ്റിൽ പോയി നിൽക്കുമായിരുന്നു. ഓക്കെ, കളി 15-ാം മിനിറ്റിലോട്ട് നടക്കുമ്പോഴും 0-0 തന്നെയാണ്. അപ്പോൾ നമുക്ക് ലീഡ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ഒബ്രീനാണ് ഗേസ്. ഒബ്രീൻ അവർ അറ്റാക്കിലോട്ട് പോകുന്നു. ഓക്കെ, കോൾമാൻ അവിടെ പന്ത് പിടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിപ്പർ പന്ത് പിടിച്ചെടുക്കുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് അടിച്ചു കൊടുത്താണ്. പക്ഷേ ആർക്കും കിട്ടിയില്ല. നമ്മുടെ ടീമിലുള്ള ആർക്കും കിട്ടിയില്ല. ഓക്കെ, മെക്നീലിൻ്റെ എടാ ത്രൂ കൃത്യമായിട്ട് പോയില്ലടാ. അത് പോയിരുന്ന അവിടെ കാൽവേർട്ട് ലെവൻ ഒരു സോളോ റണ്ണ് നടത്തുന്നുണ്ടായിരുന്നു. നമുക്ക് ഫിനിഷ് ചെയ്താൽ മതിയായിരുന്നു ജസ്റ്റ്. മംഗാള അവരുടെ പ്ലെയറിൻ്റെ അറ്റാക്കാണ്. എടാ ഇതെന്താടാ ഇത്ര സ്പേസ്. പിക്ഫോർഡ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ എടാ കാൽവേർട്ട് ലെവൻ ഓടാ എടാ കൊള്ള എടാ. ശേ, എന്തൊരു കഷ്ടമാടാ. നമ്മൾ സ്കില്ലിടാൻ നോക്കുമ്പോൾ ഒന്നും നേരെ വന്നില്ലൊന്നും. ഡൊക്കോറെ വാ. എടാ കാൽവേർട്ട് ലെവൻ ഗ്രൗണ്ടിൻ്റെ പുറത്തോട്ടൊക്കെ ഓടി പോകുന്നുണ്ട് കേട്ടോ. അവൻ ഗ്രൗണ്ടിൻ്റെ പുറത്തായിപ്പോയി കാൽവേർട്ട് ലെവൻ. ഓക്കെ, അപ്പോൾ ഒബ്രീൻ വരുന്നുണ്ട്. ഒബ്രീനെ. മംഗാള ഫ്രണ്ടിലോട്ട് അടിക്കുക. ബെറ്റോ മെക്നീൽ ജെയ്ക്ക്. ഓക്കെ, ഒബ്രീൻ പന്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒബ്രീനെ ഫ്രണ്ടിലോട്ട് അടിക്കുക. ഓക്കെ, ബെറ്റോ ഓട്. അവിടെ സെൻറ്ററിൽ നിറയെ സ്പേസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്നിട്ട് അതൊന്ന് ഫിനിഷ് ആക്കിയാൽ മതി. എടാ അവിടുന്ന് ഞാൻ ഷോട്ട് എടുത്തായിരുന്നു. ആ ഒരു ഷോട്ട് ഒരു ഉപകാരമില്ലാതെ പോവുകയാണ്. 27-ാം മിനിറ്റിലോട്ട് കളി കടക്കുമ്പോൾ ഇപ്പോഴും 0-0 തന്നെ നിൽക്കുകയാണ് കേസ്. ഓക്കെ, കാൽവേർട്ട് ലെവൻ ഒന്നുകൂടെ പന്തിന് വേണ്ടിയിട്ട് അവിടെ പ്രഷർ ചെയ്യുകയാണ്. വേറൊരു പ്ലേയേഴ്സും വരുന്നില്ല. എടാ ഒന്നൊന്ന് പ്രഷർ ഇടറാ. ഓക്കെ, മെക്നീൽ വരുന്നുണ്ട്. മെക്നീൽ പ്രഷർ എടുത്തിട്ട് മെക്നീൽ പന്ത് പിടിച്ചെടുക്കുന്നുണ്ട്. എടാ അവർക്ക് തന്നെ നമ്മുടെ തന്നെയായിരുന്നു. അവിടെ ഒന്ന് വേഗം വന്ന് എടുക്കടാ. നമ്മളിങ്ങനെ പതുക്കെ നിന്ന് കളിച്ചിട്ടുണ്ട്. ഓക്കെ, മെഗലങ്കോയുടെ ഒരു പുറകിലോട്ടുള്ളൊരു ത്രോ ബ്രാൻഡ്വേറ്റിന് കിട്ടുന്നു. മെഗലങ്കോ ഓടാ. ഞാൻ വിചാരിച്ചു പുറത്തോട്ട് പോയിരുന്നു. എന്തായാലും ഔട്ട് പോയില്ല. പക്ഷേ പന്ത് അവരുടെ അതുകൊണ്ട് അതും പുറത്തോട്ട് പോകണമായിരുന്നു. എടാ അറ്റാക്കിന് മുതിരാതെ പിടിക്കടാ. ബ്രാൻഡ്വേറ്റ് പറ്റും. കൊള്ളാം. അവർ സൈഡിലോട്ടായിട്ടുണ്ട്. ബോക്സിൻ്റെ എഡ്ജിലോട്ടായിട്ടുണ്ട്. ബ്രാൻഡ്വേറ്റ് പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുത്ത് ഫ്രണ്ടിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കാൽവേർട്ട് ലെവനാണ് ചെയ്തത്. കാൽവേർട്ട് ലെവൻ എടാ ആ സ്കില്ല്. ഇനി നമ്മളിങ്ങനെ സ്കില്ലൊന്നും വെച്ച് കളിച്ചിട്ട് കാര്യമില്ല. എന്തായാലും അവർ പിടിക്കും. നമ്മൾ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന പോലെയാണെങ്കിലും കളിച്ചാൽ മതി. നമുക്ക് എത്ര മണി ഗോൾ അടിക്കണം. ഫൗള്. ഓക്കെ, നമുക്കവിടെ ഒരു ഫൗളിന് ഇത് കിട്ടിയിട്ടുണ്ട്. യെസ്, ഫ്രണ്ടിലോട്ട് സൈഡിലോട്ട് അടിച്ചു കൊടുക്കാം. പാസ് കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡ്വേറ്റ് ഉള്ളിലോട്ട് കൊടുക്കുന്നുണ്ട്. NDAക്ക് പാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പൊസഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 43%, അവർക്ക് 57% പൊസഷൻ ഉള്ളത്. ഡൊക്കോറെ ഒബ്രീന് കൊടുക്കുന്നു. ഒബ്രീൻ എടാ പന്ത് അവർക്കായി പോടാ. നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എടാ ബ്രാൻഡ്വേറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കയറി ചെന്നോ. ഞാൻ അങ്ങനെ അല്ലല്ലോടാ പൊസിഷനിങ് ഇട്ടത്. നിങ്ങളും കൂടെ കാണിച്ചുകൊണ്ടല്ലേ ഞാൻ പൊസിഷനിങ് ഇട്ടത്. ഇങ്ങനെ അല്ലല്ലോ ഞാൻ പൊസിഷനിങ് ഇട്ടത്. ഞാൻ അറ്റാക്ക് ചെയ്യാൻ നേരത്തെ ഡിഫൻഡേഴ്സ് ഇത്തിരി ഉള്ളിൽ നിൽക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇതെന്തോന്നാളാ. ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ബ്രാൻഡ്വേറ്റ് മാത്രം, ബാക്കി എല്ലാവരും കയറി ചെന്നാ. ഡിഫൻഡേഴ്സ് ചെല്ലെടുക്കോറേ. എടാ നീ പുറകെ നിന്ന് കളിച്ചിട്ട് എന്തിനാടാ ഫ്രണ്ടിൽ വാടാ. പുറകിൽ നിന്ന് തോണ്ടി നിൽക്കുക. സൈഡിൽ കൂടെ കൊള്ളാൻ കൊള്ളാനെ. വാട്ടേ പാസ്. കാൽവേർട്ട് ലെവൻ കൊള്ളാ. ഏതാ പോ അടിക്ക്. എടാ ശേ, ഫസ്റ്റ് ഹാഫ് അടിക്കടി. എടാ അതും കിട്ടിയില്ല. എടാ അടിക്കടാ. എടാ എത്ര സേവ്. എടാ എൻ്റെ പൊന്നടാവേ. എടാ എന്തോന്നടാ എത്ര ചാൻസ്. എടാ ലാസ്റ്റ് വന്നത് പോസ്റ്റിലടിച്ചു പോടാ. കളി തീരുന്നതിന് മുമ്പേ ഒരു ഗോൾ അടിക്കുന്നു. അടിച്ചോ. പിന്നെ അടിക്കടാ.
ഇവിടെ പിന്നെ അടുത്ത് വന്നിട്ട് എന്തോരം ചാൻസാണോ നമ്മൾ കൊണ്ടുപോയി കളയുന്നേ. കളി പിടിക്കണം. നമ്മൾ ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. ഓടിപ്പിടിക്ക്. കൊള്ളാം മെഗ്നിയെ, കൊള്ളാം. ബോക്സിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഗൈസ് നമ്മൾ കളി ഫസ്റ്റ് ഹാഫ് തീരാറായപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേർക്ക് പെട്ടെന്നൊരു ഫോം കയറി വന്നിട്ടുണ്ട്. എടാ വാ 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 ഭ്രാന്തി പിടിക്ക്. കൊള്ളാം ഭ്രാന്തി ഫ്രണ്ടിലോട്ട്. എടാ നമ്മുടെ പ്ലെയറിൻ്റെ ദേഹത്ത് കെട്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. കാൽവേർട്ട് കൊടുക്ക്. കൊള്ളാൻ പറ്റുമോ? ഓട്. എടാ ഒരു സ്കില്ലെങ്കിലും ഇട് പറ്റുമോ? എന്തോന്ന് യെസ് ബെറ്റോക്കിപ്പം കളിക്കുന്നൊന്നുമില്ല കേട്ടോ ബെറ്റോ. എനിക്കൊന്ന് കഴിഞ്ഞ എപ്പിസോഡിലൊരു ഗോളെങ്ങാണ്ട് അടിച്ചായിരുന്നു അല്ലേ? കഴിഞ്ഞ എപ്പിസോഡിൽ ഗോളടിച്ച ബെറ്റോ അല്ലായിരുന്നു അല്ലേ? കഴിഞ്ഞ മാച്ചിലല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ ഗോളടിച്ച ബെറ്റോ അല്ലായിരുന്നു? കഴിഞ്ഞ മാച്ചിൽ ഗോളടിച്ച എൻ ഡി ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 0-0 തന്നെ നോക്ക്. 11 ഷോട്ട്സ് അവർ ഒരു ഷോട്ട് അടിച്ചുള്ളൂ. ഓക്കെ, നമ്മൾ പാറ്റേഴ്സിനെ ഇട്ടിട്ടുണ്ട്. കോൾമാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വലിച്ചിട്ട് നമ്മൾ പാറ്റേഴ്സിനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഡൊക്കോറേനെ പുറത്തോട്ടിട്ട് നമ്മൾ ജെയിംസിനെ ഇട്ടിട്ടുണ്ട്. എൻ ഡി എനെ നമുക്ക് ഈ റൈറ്റ് മിഡ്ഫീൽഡിലോട്ട് കളിപ്പിച്ചാൽ പോരെ. എന്നിട്ട് എൻ ഡി എക്ക് പകരം നമ്മൾ ലിൻസ്ട്രോമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ ഡി എനെ പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു. ബെറ്റോയുടെ സ്ഥാനത്ത് എൻ ഡി എനെ ഇട്ടാൽ മതിയായിരുന്നു. ഓക്കെ, നമ്മൾ മംഗാളക്ക് വരെ ഇഡ്രീസിനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, കാൽവേർട്ട് ലവൻ അങ്ങോട്ടൊരു പാസ് എടുക്കുന്നുണ്ട്. പാറ്റേഴ്സൺ നമ്മൾ വിങ്ങിലൂടെ കയറി വരാനായിട്ടാണ് നോക്കുന്നത്. മെക്നീലിൻ്റെ ഒരു ത്രൂ ആയിരുന്നു. എടാ നേരെ ഒന്ന് പാസ് കൊടുക്കടാ. പന്ത് എന്തായാലും പുറത്തോട്ട് പോയി. പിന്നെ നമുക്ക് കിട്ടിയ കിക്കൊന്നും ഉപകാരപ്പെടുത്താൻ പറ്റുന്നില്ല. ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കാം. 11 ഷോട്ട് 6 ഓൺ ടാർഗറ്റ്. എന്നിട്ട് എല്ലാം പിടിച്ച ആ കീപ്പർ. നമുക്കെതിരെ കീപ്പർമാർ കളിക്കുമ്പോൾ അവരുടെ സേവ്സാണ് കൂടുന്നത്. പിക്ഫോർഡ് മാത്രമേ എനിക്ക് തോന്നുള്ളൂ ഈ ടീമിൽ ഏറ്റവും കൂടുതൽ ചത്ത് കടന്ന് കളിക്കുന്നത് പിക്ഫോർഡാണ്. ബാക്കി എല്ലാവരും വെറുതെ എന്തിനു വേണ്ടിയിട്ട് കളിക്കുന്നു. പിന്നെ കാൽവേർട്ട് ലവൻ ഇടക്കിടക്ക് ഓടിച്ചാടിയൊക്കെ പോകണതാണ്. ഓക്കെ, അത് നല്ലൊരു പാസ്സായിരുന്നു. ബെറ്റോ അത് ഫിനിഷ് ആക്ക്. എടാ ബെറ്റോ നോക്കി. അടുത്ത മാച്ച് കൊണ്ട് ഞാൻ ബെറ്റോനെ ഇറക്കണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗേസ്. ബെറ്റോനെ ഇനി നെക്സ്റ്റ് മാച്ച് നമ്മൾ ഇറക്കണോ ഗേസ്? ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ബെറ്റോ അടിക്കുന്നില്ല, എന്ത് പറ്റിയെന്നറിയത്തില്ല. ഓക്കെ വാ. ബെറ്റോക്ക് കണ്ട ദേഷ്യം വന്നു തോന്നുന്നു. നേരെ ഒന്ന് പിടിക്കുന്നുണ്ട്. ഓക്കെ, പാറ്റേഴ്സൺ അവിടെ ഉണ്ട്. പാറ്റേഴ്സൺ എടാ പുറത്തോട്ട് വേടാ. ഓക്കെ ഗേസ്, അവർക്ക് കോർണർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ക്ലിയറൻസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ലിൻസ്ട്രോം കൊള്ളാം. ഓടിക്കോ ലിൻസ്ട്രോം ഇപ്പോൾ ഫ്രഷ് ബൂട്ട്സാണ്, ഇപ്പോൾ കയറി വന്നേ ഉള്ളൂ. കൊള്ളാം. പക്ഷെ പേസ് ഇല്ല, ഓടിപ്പിടിക്കാനായിട്ട് പേസ് ഇല്ല. അതല്ല, എനിക്കൊന്ന് ഇത്തിരി കൂടെ നേരത്തെ അവൻ ഓടി വരുന്നതിന് മുമ്പേ ഒരു റെയിൻബോ ചെയ്തു. എനിക്കതെപ്പോഴും മാറിപ്പോട്ടാ. കൊള്ളാം പിക്ഫോർഡ് ഇല്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്യാനാണ്. പിക്ഫോർഡാണ് ഈ ടീമിൻ്റെ ഇതാണ് പിക്ഫോർഡ്. ഏതാ മെഗലങ്കോ ഏറ്റവും നന്നായിട്ട് ചെയ്ത മെഗലങ്കോ ആണെന്ന് തോന്നുന്നു. ഈ ഒരു കാര്യം ഏറ്റവും നന്നായിട്ട് നമ്മുടെ ടീമിൽ ചെയ്യാനറിയാവുന്ന മെഗലങ്കോക്കാണ് എന്തോന്നേ. അപ്പം മെഗ്നേനും ചെയ്ത് കാണിക്കുന്നു. ഇദ്രീസ പാസ് കൊടുക്കും ഇദ്രീസ. എടാ ഞാൻ അവിടെ ഇട്ട് പ്രസ്സാക്കുന്നുണ്ടാ. എന്നിട്ട് ഒന്നും ആവുന്നില്ല. ഞാനവിടെ ഞെക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാമല്ലോ, പ്രസ്സിലും ഇതിലുമൊക്കെ. പാസ് കൊടുക്ക്. പാസ് കൊള്ളാം. എന്തായാലും അങ്ങനെ തന്നെ വന്നല്ലോ. എടാ അത് പാസ് മതിയായിരുന്നു, ത്രൂ വേണ്ടായിരുന്നു. എന്തായാലും ഒബ്രീൻ പിടിക്കും. ഒബ്രീനെ പിടിക്കുക. ഒബ്രീനും ബ്രാൻഡേറ്റും ഒക്കെ ചത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. പാറ്റേഴ്സൺ കൊള്ളാം. പാറ്റേഴ്സൺ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയറാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കുറ്റവും പറയാറില്ല, എന്നാൽ പുള്ളീനെക്കുറിച്ച് നല്ലതും പറയാറില്ല. കുറ്റം പറയാറുണ്ടോ? ഓക്കെ, ജെയിംസ് പിടിക്കും. അവിടെ പിടിക്കടാ. എനിക്ക് തോന്നുന്നു ഈ ജെയിംസ് എന്ന് പറഞ്ഞിട്ടേക്കുന്നത് എനിക്ക് തോന്നുന്നു ജെയിംസ് ടാർക്കൗസ്കി ആണെന്ന് തോന്നുന്നു. പക്ഷേ ജെയിംസ് എന്ന് വിളിക്കാനാണല്ലോ ഇത്രയോടെ എടുക്കും. ടാർക്കൗസ്കി എന്നൊക്കെ വിളിച്ച് വരുമ്പോൾ നാളെ ആവും. അതുകൊണ്ട് ജെയിംസ് എന്ന് തന്നെ വിളിച്ചാൽ നമുക്ക്. ഇവിടെ കുണ്ണം കാച്ച സേവ് കീപ്പറുടെ അത് എൻ ഡി എ അല്ലേ അടിച്ചത്? നല്ലൊരു ഷോട്ടായിരുന്നു. അല്ല, എൻ ഡി എ അല്ല, ഇദ്രീസ് ആയിരുന്നു അടിച്ചത്. പക്ഷേ ഗോളല്ല, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഗോളാണ് വേണ്ടത്. കണ്ടോ, 53 പാസ് കൊടുത്തതിൽ 27 കൃത്യമായിട്ട് പോയത്. കൊള്ളാൻ പറ്റുമോ? പക്ഷെ പോയി. ഓക്കെ, മെക്നീലിൻ്റെ എന്തുവാ മെക്നീലൊന്നും കളിക്കുന്നില്ല. മെഗലങ്കോ
മേവലോങ്ക അപ്പുറത്തെ വിങ്ങിയും കളിക്കുന്ന പ്ലെയറാണ്. ഞാൻ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞില്ല, എങ്കിലും പിടിച്ചിരുന്നേ ഒന്നും പറയത്തില്ലായിരുന്നു. നീ അത്രയും കയറി വന്നിട്ട് പന്ത് ലീവാക്കി വിടരുത്. ഓക്കെ, മെക്നീൽ ഇപ്പുറത്തോ? മേവലോങ്ക ബാക്കിലുണ്ട്, എന്തായാലും നന്നായി. മെക്നീൽ നമുക്ക് വിങ്ങി കൂടെ ജസ്റ്റ് എടാ എന്തോന്നടാ കാണിക്കുന്നത്. ആ പന്ത് വേറുള്ള പ്ലെയേഴ്സൊക്കെ പിടിച്ചെടുത്തോന്നതിന് ഒരിതും ഇല്ലാതെ പോലെ ആകത്തില്ലേ. ഇങ്ങനെയൊന്നും കാണിക്കരുത്. പിടിക്ക് ഇഡ്രീസെ പിടിക്ക്. കൊള്ള ഇഡ്രീസെ, പാസ് കൊടുക്കുക. എടാ എന്തോന്നാണ് നമ്മുടെ പ്ലെയേഴ്സിന് ഫ്രണ്ടിൽ കയറി വന്ന് ഉള്ള ചാൻസ് എല്ലാം കൊണ്ടുപോയി കളയുക. ജയിക്കാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെയുള്ള ചാൻസസാണ് ഒരു കളി നിശ്ചയിക്കുന്നത്. കൊള്ളാം, അത് നല്ല ത്രോ ആയിരുന്നേ. മെക്നീൽ പാസ് കൊടുക്കുക. ത്രൂ എടാ എന്തോന്നുള്ള ഒരു നല്ല ത്രൂ പാസ് കൊടുക്കാൻ പോലും അമ്മമാർക്കൊന്നും അറിയത്തില്ല ഗൈസ്. ഇതെങ്ങനെ ഈ കരിയർ മോഡ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. റിയൽ ലൈഫിൽ ഇവരെല്ലാവരും പ്രോ പ്ലെയേഴ്സാണ്, പക്ഷേ കരിയർ മോഡ് വരാൻ നേരത്ത് എന്താ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫേവറേറ്റ് പ്ലെയേഴ്സാണ് ഈ നിന്നും കാണിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. എന്തായാലും പിടിക്ക്. ഇവിടെ എന്തോന്നാണ് അങ്ങനെ ഫ്രീ ആയിട്ട് വിടാതെ. അവിടെ പിക്ക് ഫോർഡ് ഇല്ലായിരുന്നു ഈ കളി ഇപ്പോൾ അവിടെ തീർന്നേനെ. പിക്ക് ഫോർഡാണ് എല്ലാത്തിനും, എല്ലാ സേവും എല്ലാത്തിനും നമ്മുടെ ടീമിനെ ഇപ്പോൾ ക്യാരി ചെയ്ത് പോകുന്നത് പിക്ക് ഫോർഡാണ്. ഓക്കെ, ഇഡ്രീസ പിടിക്ക്. ഇഡ്രീസ ബ്രാൻഡ്വേറ്റേ, കൊള്ളാം ബ്രാൻഡ്വേറ്റേ. ഏതാ ഇൻ്റർസെപ്ഷൻ? ടാർക്കോസ്കി അല്ല, ജെയിംസ് എന്ന് തന്നെ മതി കേട്ടോ. ടാർക്കോസ്കി ഇന്നിപ്പോൾ ആയി വന്നിട്ടുണ്ട്, പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോവും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബ്രാൻഡ്വേറ്റ് കൊള്ളാം പക്ഷേ കോർണർ കളയില്ലേ. ഓക്കെ, പിടിച്ച് ലിൻസ്ട്രോമേ ഓടിക്കോ. നീ ഒന്നും നോക്കണം, നീ ഓടിക്കോ. ഇല്ല അങ്ങോട്ട് ത്രൂ കൊടുക്ക്. 2 പ്ലേയേഴ്സ്. കൊള്ളാം. കാൽവെട്ടവിനെ ഫ്രീ. ഇല്ല അങ്ങോട്ട് ത്രൂ കൊടുക്ക്. എടോ അത് പോയിരുന്നെങ്കിൽ. വേഗം പോയി എടുക്ക്. വേഗം മെക്നീലെ കൊടുത്തു. കളി 85-ാം മിനിറ്റിലോട്ടാവുന്നു. ഇപ്പോഴും 0-0 നമുക്ക് എന്തായാലും ലീഡെടുത്ത് പറ്റുള്ളൂ. പന്ത് വിട്ട് കൊടുക്കലടാ. പിടിക്കടാ ബ്രാൻഡ്വേറ്റേ, ഓടി വന്ന് പിടിക്ക്. ത്രോയും പോയില്ല, എന്തൊരു കഷ്ടമാണിത്. ഔട്ട് പോയില്ലേ. എന്തായാലും ശരി, വന്ന് പിടിക്കുക. ബ്രാൻഡ്വേറ്റ് പിടിക്കുക. നമ്മളതൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്കിപ്പോൾ ലീഡാണ് വേണ്ടത്. ലിൻസ്ട്രോമേ പിടിക്കുക. അവർക്കെന്ന് പറഞ്ഞാൽ ലീഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം അവർ ഇത് തോക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന കളി അവർക്കൊരു സമനില കിട്ടുന്നു, ഒരു പോയിൻ്റ് കിട്ടുന്നു. അത് അവരെ സംബന്ധിച്ച് എന്തായാലും നല്ലതാണ്. പക്ഷെ നമ്മൾ ഇത്ര അറ്റാക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് കളിച്ചൊരു കളിയാണ്. വിജയം നമ്മൾ അർഹിക്കുന്നുണ്ട്, അപ്പോൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും വിജയം നമ്മൾ ബെറ്റോ പിടിക്ക് പറ്റുമോ. കൊള്ളാം. ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കാര്യം എന്ന് വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ തിരിച്ചോടി പിടിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി, അല്ലാതെ അവിടെ വായി നോക്കി നിന്നിട്ട് കാര്യമില്ല. അതെന്തായാലും നല്ലൊരു ഇതായിരുന്നു. അത് ഇത്തിരി കൂടിപ്പോയി പറ്റുമോ. ഇഡ്രീസിനെ അവിടെ ബ്ലോക്കാക്കി നിർത്തുന്ന ആ പ്ലെയർ, നിങ്ങളത് കണ്ടോ ഗൈസ്? ഇഡ്രീസയുടെ ഫ്രണ്ടിൽ കയറി നിൽക്കുക. ഇഡ്രീസ് പന്ത് പിടിക്കാൻ പറ്റുന്നില്ല. അതാരാ? ഓക്കെ, മെക്നീലേ പറ്റും. കൊള്ളാം. മേഘലങ്കോ ബാക്ക് കൊടുക്കുക. ആ പ്ലെയർക്ക് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞു. ഇനി 5 മിനിറ്റും കൂടെ ഉള്ളൂ. 7 മിനിറ്റാണ് അവർ എക്സ്ട്രാ ടൈം തന്നത്. ഇനി 4 മിനിറ്റും കൂടെ ഉള്ളൂ. ഓടിക്ക. പാസ്. കൊള്ളാൻ പറ്റുമോ. ഫിനിഷ് ആക്ക്. കാൽവേർട്ട്-ലെവിനെ ബെറ്റോടെ ഒരു ക്ലീൻ പാസ്സായിരുന്നു. എന്തായാലും ചാൻസ് ഉണ്ടടാ. എന്ത് കഷ്ടപ്പാടാ. ആ ഒരു പോയിൻ്റ് അവിടെ ഉറപ്പിക്കാൻ പറ്റിയതായിരുന്നു. ഓക്കെ, ബെറ്റോ ആ ഒരു പാസ് നിങ്ങൾ കണ്ടായിരുന്നോടാ. 0-0 അതൊന്ന് ഫിനിഷ് ആക്കിയിരുന്നെങ്കിൽ. കളി പോയി. 0-0. എന്തായാലും ഒരു പോയിൻ്റ് കിട്ടി, പക്ഷെ നമ്മൾ അതിൽ കൂടുതൽ ഡെസേർവ് ചെയ്തിരുന്നു. കണ്ട ആ ഒരു എന്തൊരു കഷ്ടപ്പാടാ. 14 ഷോട്ട് 9 ഓൺ ടാർഗറ്റ് എല്ലാം പിടിച്ച ആ ഗോൾ കീപ്പർ. 0-0. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ സമനില വഴങ്ങിയിട്ടുള്ള, നമ്മളും ബർക്കിംഗ്ഹാം സിറ്റിയും അവർ 9-ാം സ്ഥാനത്ത് കിടക്കുന്ന ടീമാണ് അവർ. എന്നാലും നമ്മൾ 3-ാം സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ NDA വന്നിട്ടുണ്ട്. സേവ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും പിക്ഫോർഡ് വന്നു. പിന്നെ മറ്റേ ടീമിൻ്റെ ഗോൾ കീപ്പർ ഹംബർടൗണിൻ്റെ ഗോൾ കീപ്പർ വന്നിട്ടുണ്ട് അവിടെ. പിന്നെ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. സ്റ്റാറ്റ്സ് ഇതൊക്കെയാണ്. കാൽവേർട്ട്-ലെവിൻ ഉണ്ട്, ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ്. NDA ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റാറ്റ്സ്. അപ്പോൾ പോയിൻറ്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 3-ാം സ്ഥാനത്താണ്. അപ്പോൾ എനിക്കൊന്ന് പ്രൊമോഷൻ കിട്ടും. ടോപ്പ് 3 നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോയിൽ കാണാം. 3-ാം സ്ഥാനത്ത്